ലോകമെമ്പാടുമുള്ള ഇറാൻ അനുകൂലികൾ മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്ന ആ ദിവസം ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇല്ലാതാക്കിയ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ജൂലൈയിൽ നടക്കും. അമേരിക്കയുമായിട്ടുള്ള സമാധാന കരാർ എങ്ങുമെത്താതെ ഉലയുന്നതിനിടയിൽ ഇറാൻ നടത്തുന്ന ഈ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിനെ വീണ്ടും മുൾമുനയിൽ നിർത്തുകയാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും നടത്തിയ മിന്നലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൗതിക ശരീരം 130 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സംസ്കരിക്കാൻ ഒരുങ്ങുന്നത്. ജൂലൈ 4, 5 തീയതികളിൽ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ വിടവാങ്ങൽ ചടങ്ങുകൾ നടക്കും. തുടർന്ന് ജൂലൈ 9-ന് ഖമനേയിയുടെ ജന്മനാടായിട്ടുള്ള മഷാദിൽ ഇമാം റസായുടെ ശവകുടീരത്തിന് സമീപം ഔദ്യോഗിക സംസ്കാരം നടക്കുമെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖമനേയിക്കൊപ്പം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മകൾ സഹദ ഹദാദ് ആദിൽ, പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദ തുടങ്ങിയ ഉന്നത സൈനിക മേധാവികളെയും രാജ്യം അന്നേ ദിവസം അനുസ്മരിക്കും. ഇസ്ലാമിക നിയമപ്രകാരം മരണം നടന്ന 24 മണിക്കൂറിനുള്ളിൽ സംസ്കാരം നടത്തണമെന്നിരിക്കെ 4 മാസത്തിലേറെയാണ് ഖമനേയിയുടെ സംസ്കാരം ഇറാൻ വൈകിപ്പിച്ചത്. ഫെബ്രുവരിയിലെ അമേരിക്കൻ ഇസ്രയേൽ ആക്രമണം ഇറാനിയൻ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചിരുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പുതിയ ആക്രമണങ്ങളെ കുറിച്ചുള്ള ഭയവും ഒപ്പം ഖമനേയിക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമനേയി അധികാരം പിടിച്ചെടുക്കുന്നതുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കലഹങ്ങളുമാണ് ഇത്രയും കാലം ഈ ചടങ്ങുകൾ നീട്ടിക്കൊണ്ടുപോയത്. ഇതൊരു വെറും സംസ്കാര ചടങ്ങല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കരുനീക്കമാണ്. അമേരിക്കയുമായി 24 മണിക്കൂറിനുള്ളിൽ ഒരു സമാധാന കരാർ ഒപ്പിടുമെന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് ഇറാന്റെ ഈ ഒരു പുതിയ നീക്കം ഉണ്ടാകുന്നത്. തങ്ങളുടെ മുൻനിര സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടതോടെ പ്രതിരോധത്തിലായ IRGC ഈ ചടങ്ങിനെ തങ്ങളുടെ പുതിയ ഭരണാധികാരി മൊജ്തബ ഖമനേയിയുടെ അധികാരം രാജ്യത്ത് പൂർണ്ണമായും ഉറപ്പിക്കാനുള്ള ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ്. ഒരു കാലത്ത് മേഖലയെ വിറപ്പിച്ച ഇറാന്റെ സാമ്രാജ്യത്വ വിപുലീകരണ മോഹങ്ങൾ തകർന്നടിഞ്ഞപ്പോൾ ഈ സമാധാന കരാർ വെറുമൊരു പുകമറ മാത്രമാണെന്നും അമേരിക്കയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്നും ഈ വൻ പ്രഖ്യാപനത്തിലൂടെ ഇറാൻ ലോകത്തെ അറിയിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളുടെ മറവിൽ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനും സൈനിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും മാത്രമാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഖമനേയിയുടെ ഈ വലിയ സംസ്കാര ചടങ്ങുകളിലൂടെ ലോകത്തിന് മുന്നിൽ ഒരു വൻ തിരിച്ചുവരവാണ് അവർ ലക്ഷ്യമിടുന്നത്. ജൂലൈ 9-ലെ ആ ദിവസത്തിനായി ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അന്ന് ഈ സമാധാന ശ്രമങ്ങൾ തകർത്ത് മേഖല മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം. ന്യൂസ് ഡെസ്ക് മലയാളം.